ഹലോ കൂട്ടുകാരെ, ഇന്ന് വൺ പീസ് സീസൺ 2 എപ്പിസോഡ് 2 കുറിച്ചാണ് ഞാൻ വിശദീകരിക്കാൻ പോകുന്നത്. ഈ കഥ തുടങ്ങുന്നത് റിവേഴ്സ് മൗണ്ടിൽ അകപ്പെട്ടിരിക്കുന്ന നമ്മുടെ നായകൻ്റെ കപ്പലിൽ തുടങ്ങുന്നതാണ്. നായകൻ്റെ ക്രൂവിൽ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. സാൻജിയുണ്ട്, സോറോയുണ്ട്, ഊസോപ്പുണ്ട്, ഇങ്ങനെ എല്ലാവരുമുണ്ട്. കപ്പൽ ഗ്രാൻഡ് ലൈനിൽ കടക്കാൻ വേണ്ടിയിട്ടാണ് ഇവർ ശ്രദ്ധിക്കുന്നത്. കപ്പൽ ഗ്രാൻഡ് ലൈനിൽ കടക്കാൻ റിവേഴ്സ് മൗണ്ടനിൽ ഇവർ വളരെയധികം കഷ്ടപ്പെടുന്നുണ്ട്. കപ്പലിൻ്റെ സ്റ്റിയറിംഗ് നിയന്ത്രിക്കുന്നത് ഊസോപ്പായിരുന്നു. ഊസോപ്പിന് തന്നാൽ അതാവുന്നില്ല എന്ന് കാണുമ്പോൾ സാൻജിയും സോറോയും ഇത് ചെയ്യാൻ വരുന്നുണ്ട്. എന്നാൽ അവരുടെ കപ്പലിൻ്റെ സ്റ്റിയറിംഗ് നശിച്ചു പോവുകയാണ്. അതിനാൽ കപ്പൽ നിയന്ത്രണാതീതമായി ഈ കടലിൽ വലിയ തിരമാലകളിൽ അകപ്പെടുകയാണ്. അപ്പോൾ ഇത് വലിയ ഒരു അപകടത്തിലേക്ക് പോകുമെന്ന് കണ്ട് നമ്മുടെ നായകനായ ലൂഫി തൻ്റെ ഇലാസ്റ്റിക് കൈകൾ ഉപയോഗിച്ച് രണ്ട് വശത്തേക്കും കപ്പലിനെ പിടിച്ചു നിർത്തുകയാണ്. ഇങ്ങനെ പിടിച്ചു നിർത്തുമ്പോൾ കപ്പൽ കുറച്ച് സ്റ്റഡി ആയുന്നുണ്ട്. അപ്പോൾ കപ്പലിലെ എല്ലാ പ്രശ്നങ്ങളും തീർന്നു എന്ന് സമാധാനപ്പെട്ട് നിൽക്കുമ്പോഴാണ് ഒരു വലിയൊരു ശബ്ദം ഇവർ കേൾക്കുന്നത്. അപ്പോൾ ഇവർ നോക്കുകയാണ്, എങ്ങോട്ടാണ് ഈ കപ്പൽ ഇത്രയും വലിയൊരു ശബ്ദത്തിലേക്ക് അടുക്കുന്നത് എന്ന്. ഇവർ ആകെ പേടിച്ച് നിൽക്കുമ്പോഴാണ് കപ്പലിന് മുമ്പിൽ വലിയൊരു കൂറ്റൻ തിമിംഗലം കാണുന്നത്. ഈ തിമിംഗലത്തിൻ്റെ പേരാണ് ലബൂൺ. ഈ തിമിംഗലം ഇവരെ ആക്രമിക്കാൻ നിൽക്കുന്നത് പോലെ കപ്പലിനെ അഭിമുഖമായി നിൽക്കുകയാണ്. കപ്പൽ ഇതിനടുത്തേക്ക് എത്തുമ്പോൾ നമ്മുടെ നായകൻ പറയുകയാണ്, മാറിപ്പോ തിമിംഗലമേ എന്ന്. എന്നാൽ ആ തിമിംഗലം മാറിപ്പോകുന്നില്ല. അതിനാൽ ആ തിമിംഗലത്തിന് മുകളിലേക്ക് നമ്മുടെ നായകൻ എടുത്തു ചാടുകയാണ്, മങ്കി ദ ലൂഫി. ബാക്കിയുള്ളവരെല്ലാം വായ തുറന്നിരിക്കുന്ന ഈ കപ്പൽ ഈ തിമിംഗലത്തിൻ്റെ ഉള്ളിലേക്ക് പോവുകയാണ്. കപ്പൽ എവിടെ എത്തിയപ്പോൾ? തിമിംഗലത്തിൻ്റെ ഉള്ളിലാണ്. തിമിംഗലത്തിൻ്റെ ഉള്ളിൽ എന്തെന്നാൽ അവിടെ ആകെ ഒരു ദ്വീപ് പോലെ കാണപ്പെടുകയാണ്. അവിടെ ധാരാളം കപ്പലുകൾ കിടക്കുന്നുണ്ട്. അതിലൊരു കപ്പലിലേക്ക് നമ്മുടെ ബാക്കിയുള്ള സാൻജോയും സോറോയും എല്ലാവരും കൂടി കടക്കുകയാണ്. എന്നാൽ പിന്നീട് കാണിക്കുന്നത് എന്തെന്നാൽ കപ്പലിൻ്റെ നമ്മുടെ തിമിംഗലത്തിൻ്റെ മുകളിലേക്ക് ചാടിയിരിക്കുന്ന നമ്മുടെ ലൂഫിയാണ് പിന്നീട് കാണിക്കുന്നത്. ലൂഫി ഒരു ദ്വീപിൽ ഒറ്റപ്പെടുക്കുന്നു. അവിടെ ഒരു ലൈറ്റ് ഹൗസ് കാണുന്നു. ആ ലൈറ്റ് ഹൗസിൽ നിന്ന് നമ്മുടെ നായകൻ കുറേ തിമിംഗലത്തെ ചീത്ത പറയുന്നുണ്ട്. അങ്ങനെ ലൂഫി തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ ഒരു മനുഷ്യനെ കാണുന്നു, ഒരു വയസ്സായൊരു മനുഷ്യനെ കാണുന്നു. ആ മനുഷ്യൻ്റെ പേര് കോക്കസ് എന്നാണ്. ഈ കോക്കസിനോട് നമ്മുടെ ഈ തിമിംഗലത്തിനെ കുറിച്ച് ചോദിക്കുന്നു. അപ്പോൾ കോക്കസാണ് പറയുന്നത് ഈ തിമിംഗലത്തിൻ്റെ പേര് ലബൂൺ എന്നാണെന്ന്. അങ്ങനെ ലബൂണിനെ കുറിച്ചുള്ള കഥകളാണ് പിന്നീട് ഈ കോക്കസ് ആരോട് പറയുന്നത്? ലൂഫിയോട് പറയുന്നത്. ലബൂൺ 50 വർഷങ്ങൾക്ക് മുമ്പ് ഈ കടലിൽ വന്നതാണ്. ഒരു പൈറേറ്റ് ഷിപ്പിൻ്റെ ഭാഗമായിരുന്ന ഈ ലബൂണിനെ അതിൻ്റെ ചെറുപ്പകാലത്ത് ആ പൈറേറ്റ് സംഘം ഇവിടെ കൊണ്ടുവന്നതാണ്. ഈ ലബൂണിന് നല്ല പാട്ട് കേൾക്കാൻ ഇഷ്ടമാണ്. ആ സംഘം അവനെ പാട്ട് കേൾപ്പിച്ച് അവരുടെ ഒരു സംഘത്തിലെ ഒരു ആളായിട്ട് ഈ ലബൂൺ ഈ കടലിൽ എത്തിയതായിരുന്നു. ഇങ്ങനെ ഈ സംഘം ഈ ലബൂണിനെ ഈ കടലിൽ ഉപേക്ഷിച്ച് പോവുകയാണ്. അതിൻ്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഉപേക്ഷിച്ച് പോകുന്നത്. ആ സംഘത്തെ കാണാത്തത് കൊണ്ടാണ് ലബൂൺ വളരെയധികം ആക്രമണകാരിയായി നിൽക്കുന്നത്. അങ്ങനെ ഇതിനു ശേഷം നമ്മൾ കാണുന്നത് സ്മോക്കറുടെ ഭാഗമാണ്. ആദ്യ എപ്പിസോഡിൽ നമ്മൾ കണ്ടിട്ടുള്ള സ്മോക്കറുടെ ഭാഗ്യം. സ്മോക്കർ എന്തെന്നാൽ നമ്മുടെ സ്ട്രോ ഹാറ്റ് സംഘത്തെ പിടികൂടാൻ വേണ്ടി പോകാം എന്ന് പറയുമ്പോൾ അതല്ല നിൻ്റെ ലക്ഷ്യം, മറ്റൊന്നാണെന്ന് പറഞ്ഞ് നമ്മുടെ ലൂഫിയുടെ മുത്തച്ഛൻ പറഞ്ഞയക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് കപ്പലിൻ്റെ ഉള്ളിലുള്ള ഭാഗങ്ങളാണ്. കപ്പലിൻ്റെ ഉള്ളിൽ ആരെ കാണുന്നു? വിവിയെയും. പിന്നീട് കപ്പലിനുള്ളിൽ കാണുന്നത് വിവിയെയും മിസ്റ്റർ നയനയുമാണ്. ഈ മിസ്റ്റർ നയനയും വിവിയെയും നമ്മുടെ കപ്പലിൻ്റെ ബാക്കിയുള്ള ക്രൂ അവരെ ബന്ധനസ്ഥനാക്കുന്നുണ്ട്. ഈ ബന്ധനസ്ഥനാക്കിയ മിസ്റ്റർ വിവിയെയും മിസ്റ്റർ നയനയെയും കൊണ്ടാണ് പിന്നീട് ആ കപ്പലിൽ അവർ കൈകൾ കെട്ടിയിട്ട് നിർത്തുകയാണ്. ഇപ്പോൾ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലബൂണിൻ്റെ ചെറുപ്പകാലവും അവരുടെ ആ ക്രൂയെക്കുറിച്ചുമാണ് ഇപ്പോൾ മിസ്റ്റർ കോക്കസ് പറഞ്ഞു കൊടുക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ സീനിൽ കാണുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മിസ്റ്റർ വിവിയെയും മിസ്റ്റർ നയനെയും പിടിച്ച് കെട്ടി വെച്ചിരിക്കുന്നതാണ്. കയറിൽ കെട്ടി ബന്ധസ്ഥനാക്കിയിരിക്കുന്നതാണ്. ഈ മിസ് വെനസ്ഡേ എന്ന് പറയുന്നത്, ഈ വിവി എന്ന് പറയുന്നത് ആരെന്ന് വെച്ചാൽ അലബാസ്റ്റ എന്ന ഗ്രാമത്തിലെ ഒരു പ്രിൻസസ് ആണ്. അത് പിന്നീടുള്ള എപ്പിസോഡിൽ നമുക്ക് കാണാവുന്നതാണ്. ഇപ്പോൾ ഈ കാണുന്ന രംഗത്ത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നായകൻ ഈ ലബൂണിനെ സ്വന്തം ക്രൂവിലെ അംഗമായി ഏറ്റെടുക്കുന്നൊരു ഭാഗമാണ്. അങ്ങനെ ഈ നായകൻ ലൂഫി ലബൂണിനൊരു പാട്ട് പാടിക്കൊടുക്കുകയും അതിനാൽ തന്നെ മാനസാന്തരപ്പെട്ട ലബൂൺ തൻ്റെ വായിലകപ്പെട്ട ക്രൂവിനെയും കപ്പലിനെയും മോചിപ്പിക്കുന്നു.
അങ്ങനെ സന്തോഷവാന്മാരായ ഈ ക്രൂവും സംഘവും ആ ദ്വീപിൽ നിന്നും തങ്ങളുടെ മുന്നോട്ടുള്ള യാത്ര തിരിക്കുകയാണ്. ഇതാണ് സീസൺ 2 എപ്പിസോഡ് 2 പറയുന്നത്. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ.